ആഹ് അപ്പം ഞാൻ എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് നന്ദിത ബോസ്. ആഹ് ഇപ്പം കാക്കനാടാണ് താമസിക്കുന്നത്. RCMന്റെ ഷോപ്പും ഇവിടെയുണ്ട്. കൂടാതെ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരും കൂടി ഈ RCM എന്നൊരിത് ഒരു കുടുംബത്തിന്റെ ബിസിനസ്സായി ഏറ്റെടുത്താണ് നമ്മളെല്ലാവരും നടത്തുന്നത്. അപ്പം ആദ്യം തന്നെ അച്ഛന്റെ പേര് അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി പരിചയപ്പെടുത്താം. അച്ഛന്റെ പേര് ബോസ് TK, അമ്മയുടെ പേര് ലീന. പിന്നെ ഒരു അനിയത്തി ഉണ്ട്, അനിയത്തിയുടെ പേര് അരുന്ധതി ബോസ്. മട്ടന്നൂർ PRNSല് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. അപ്പം അവള് കഴിഞ്ഞ തവണ ഇതില് മീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്നെ കുറിച്ചുള്ളത്. പിന്നെ നമ്മളിപ്പം വിന്നർ ലെവൽ ആ ഒരു ലെവലിലാണുള്ളത്. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ RCMലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. RCM എന്നൊരു ഈ പ്രസ്ഥാനം എന്റെ കഥയിൽ ഒരു വില്ലനായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ചെറുപ്പത്തില് കുറച്ച് ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയുള്ള ആളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് രവിയേട്ടൻ RCM എന്നൊരു പ്രസ്ഥാനമായിട്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഒരു മിനിറ്റ്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് രവിയേട്ടൻ ഇവിടെ RCM എന്നൊരു പ്രസ്ഥാനമായിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ കോവിഡ് എല്ലാം ഉള്ള സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിലും അനിയത്തി 8ലും പഠിക്കുന്നു. അപ്പം നമ്മൾ അതിനു മുന്നേ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, കാർത്തിക്കിന്റെ ഒരു സിനിമ. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് അവർക്കിങ്ങനെ എന്താ അവരുടെ മകന് സുഖമില്ലാതാവുന്ന ഒരു അവസ്ഥ. ഇന്നത്തെ രക്ഷിതാക്കളെ നമുക്ക് അറിയാലോ, ഇപ്പം കുട്ടികള് ബിങ്കോ അത് ഇത് വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു രക്ഷിതാവിന്റെ ഇത് കാണിക്കുമായിരുന്നു ആ സിനിമയില്. അപ്പൊ ആ കുട്ടി ഇതുപോലെ ഇങ്ങനെ ഓരോന്നിന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് കുട്ടി അങ്ങനെ മേടിച്ച് കഴിച്ച് അവസാനം ഒരു ക്യാൻസർ രോഗാവസ്ഥയിലേക്ക് എത്തുന്നു, കുട്ടി മരിക്കുന്നു. ഇതൊക്കെയാണ് ആ കഥയിലുള്ളത്. അങ്ങനെ ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ അമ്മയും അതേ പ്രൊഡക്റ്റ് കഴിക്കുന്നു. അങ്ങനെ അമ്മക്കും അതേ ഒരു അനുഭവം ഉണ്ടാവുന്നു. അപ്പം എന്താ അമ്മ അത് പ്രൂവ് ചെയ്യാനാണ് അമ്മ അതുപോലെ മേടിച്ച് കഴിച്ചത്. അങ്ങനെയാണ് ആ സിനിമ. ആ സിനിമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അങ്ങനെയുള്ള സമയത്താണ് RCM വരുന്നത്. അപ്പൊ RCM വന്നപ്പം ഈ രവിയേട്ടൻ ആരാന്ന് നമുക്കാർക്കും അറിയില്ലായിരുന്നു വീട്ടില്. അച്ഛനറിയായിരുന്നു, അച്ഛന്റെ നാട്ടുകാരനായിരുന്നു. അങ്ങനെ അച്ഛനറിയായിരുന്നു. അങ്ങനെ രവിയേട്ടന എന്താ ഇങ്ങനെ RCMന്റെ എല്ലാ പ്രൊഡക്ട്സും കാണിച്ചു. ആദ്യം തന്നെ ആട്ടപ്പൊടി, തവിടെണ്ണ, ചായപ്പൊടി അതൊക്കെയായിരുന്നു ഉള്ളത്. പിന്നെ നമ്മള് ലിക്വിഡ്സും കുറെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അച്ഛനിങ്ങനെ സാധനം കൊണ്ട് വരുന്നവരെ അങ്ങനെ മടക്കി വിടലൊന്നുമില്ല, മേടിക്കും. പക്ഷേ എന്താ നമ്മൾ അന്ന് മെമ്പർഷിപ്പ് ഒന്നും ഇതിനകത്ത് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ മേടിച്ചു വെച്ചു. എന്നിട്ട് രവിയേട്ടനോട് പറഞ്ഞു നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു വർഷമായിട്ട് ഇത് ഉപയോഗിച്ചു, ഈ പ്രൊഡക്റ്റ് എല്ലാം. അങ്ങനെ നമുക്ക് മനസ്സിലായി ഈ പ്രൊഡക്ട്സ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പ്രൊഡക്ട്സ് പോലെയല്ല. ഇതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാളിറ്റിയും ഉപയോഗിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ നമ്മള് എന്താ തവിടെണ്ണയില് മറ്റേ പൂരി ചുട്ടെല്ലാം കഴിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണത്തിന് കുറച്ച് വീക്കായിരുന്നു. ഞാൻ 2 പൂരി അങ്ങനെയൊക്കെ ആയിരുന്നു കഴിക്കുന്നത്. പക്ഷെ RCMന്റെ ഇത് വന്നതിന് ശേഷം ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഞാൻ മാത്രല്ല, എന്റെ അമ്മേന്റെ അനിയത്തിന്റെ കുട്ടികളുണ്ട്, 2 ആൺകുട്ടികളാണ്. അപ്പൊ അവര് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതാ. പക്ഷെ അച്ഛനാണെങ്കിൽ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് വീട്ടില്, എന്റെ അച്ഛൻ. അപ്പൊ അവരും വീട്ടിൽ വന്ന് അവരെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെ പൂരിയാണെങ്കിൽ എന്നെ കൊണ്ടും കഴിപ്പിക്കും. അങ്ങനെയുള്ള സമയത്ത് RCM വന്നു. പക്ഷെ അന്നേരം ഇത് കഴിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി തവിടെണ്ണ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്താ മൽക്ക് കിട്ടുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഈ ആട്ടപ്പൊടിയും നമുക്ക് കഴിച്ചാൽ മനസ്സിലാവും അത്രയും ഗുണമേന്മയുള്ളതാണ്. അങ്ങനെ അത് നല്ലതാന്ന് മനസ്സിലായി. അങ്ങനെ ആ കുട്ടികളില്ലേ ഞാൻ പറഞ്ഞ അമ്മേന്റെ അനിയത്തിന്റെ മക്കള്, അവരും നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഒരു പൂരിയിൽ മാത്രം ഒതുക്കുന്ന ആൾക്കാര് ഒരുപാട് 10ഉം 12ഉം കഴിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എന്നെ അതിശയായി, കാരണം അത്രയും ഇതാണെന്ന് നമുക്ക് ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും. അങ്ങനെ ആ അങ്ങനെയുള്ള സമയത്താണ് അപ്പൊ രവിയേട്ടൻ വന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ അന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്താ ഇതുപോലെ പുറത്തുള്ള പ്രൊഡക്ട്സിലെല്ലാം മായങ്ങളുള്ള ഇതെല്ലാം ആ സിനിമയിൽ കാണിച്ചെന്ന് അന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്.
നമ്മളെ എന്താ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് അസുഖങ്ങൾ, നമുക്ക് അറിയാത്ത ഒരുപാട് വെറൈറ്റി അസുഖങ്ങൾ എന്താ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വന്ന് പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്താ മരിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അതെല്ലാം ശരിക്കും വരുന്നത് എവിടെ നിന്നാ? നമ്മളെ ഹെൽത്ത് വീക്ക് ആവുമ്പോൾ. ഈ ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ RCMലുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ എനിക്ക് കഴിക്കാണ്ട് നിങ്ങളോടൊന്നും നല്ലയാന്ന് പറയാൻ പറ്റൂല. നമ്മൾ 5 വർഷമായി ഇതിന്റെ അകത്ത് നിൽക്കുന്നത്. അപ്പം അത് കഴിച്ച് അതിന്റെ ആ റിസൾട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതിനു മുൻപ് പറയാൻ എനിക്കും ഭയങ്കര ഇതായിരുന്നു. കാരണം എന്റെ വീട്ടില് ഏറ്റവും കൂടുതൽ ഈ RCMനെ പറ്റി അച്ഛൻ പറയുന്ന സമയത്ത് എതിർത്ത ഒരാൾ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്റെ കഥയിലെ വില്ലനാണ് RCM. ഓക്കെ. അപ്പം അച്ഛൻ ഒരുപാട് പറഞ്ഞ് തരാൻ നോക്കുമെങ്കിലും ആ സമയത്തൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം എന്റെ അനിയത്തിക്ക് അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കണ്ണിന്റെ ചെറിയൊരിത് വന്ന സമയത്ത് തവിടെണ്ണ യൂസ് ചെയ്തപ്പോഴാണ്, തവിടെണ്ണ ഇങ്ങനെ ഉറ്റിച്ചു കൊടുത്തപ്പോഴാണ് അവളുടെ ആ ഒരു കാഴ്ച മങ്ങലിന്റെ ഇത് മാറിയത്. ആഹ് പിന്നെന്താ, പിന്നെ ഇതുപോലെ തന്നെ S5, പിന്നെ ഒമേഗ, വുമൺ ടാബ്ലറ്റ്, അങ്ങനെ കുറെ സംഭവം RCMൽ ഉണ്ട്. അടുത്തതായിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാല്, എനിക്ക് RCMനെ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഇതിലേക്ക് വരാൻ ഞാൻ ഇതായതും ഞാൻ ഹോസ്റ്റലിൽ പോയതിനു ശേഷം. ഞാൻ പറഞ്ഞില്ല അല്ലെ? ഓക്കെ, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് എന്താ ഈ RCMനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്ന, ഈ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്തതും. അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഓക്കെ, അങ്ങനെ ഒരു തവണ RCMന്റെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ അങ്ങനെ ആദ്യം ഒന്നും സംസാരിക്കൂലായിരുന്നു ആരോടും തന്നെ. പക്ഷെ അങ്ങനെ സംസാരിക്കൂല, ഞാൻ ചിരിക്കും, പിന്നെ കുറച്ചെല്ലാം സംസാരിക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ RCMൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയെങ്കിലും സംസാരിക്കാനാവുന്നത്. എനിക്ക് ഇതുപോലെയെല്ലാം സംസാരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറാൻ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം സ്റ്റേജിലേക്ക് വിളിക്കുക എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഒരിക്കല് നമ്മൾ RCMൽ അന്നേരം ഒന്നും അങ്ങനെ എന്നാ ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും. കാരണം ഇതിന്റെ എന്നാ ഫുഡ് പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ ഇപ്പൊ പറയും, അന്നേരമാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ പോകുന്ന എങ്ങനെയാന്ന് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാല് RCMന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ അച്ഛൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറയണം, എന്തോ സ്വാഗതം, ചെറിയൊരു കാര്യം പറയാനായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഒതുങ്ങിയ ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് പറ്റൂല എന്നുള്ള രീതിക്ക് തന്നെ പറഞ്ഞു. അച്ഛന് അന്നേരം അത് ദേഷ്യം പിടിച്ചു. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റും ആണ്, നല്ല ലിബറലും എന്നെ നല്ല ഫ്രണ്ട്ലിയും ആണ് എല്ലാവരോടും, നമ്മളോടെല്ലാം. പക്ഷെങ്കില് അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു എന്തായാലും പറയണം, ഇങ്ങനെ സാറ് പറഞ്ഞതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു മീറ്റിംഗില് എന്താ അച്ഛനോട് പറഞ്ഞു ഒഴിവ് കഴിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജർമ്മൻ എന്ന കോഴ്സ് എടുക്കുന്നത് തന്നെ. അങ്ങനെ ആ കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും പറയണല്ലോ, അത് ഒഴിവാക്കി പോവാലോ എന്ന് കരുതി ഞാൻ അങ്ങനെ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോ അവിടെ എത്തിയപ്പം എല്ലാരും തന്നെ അവിടുത്തെ കാലാവസ്ഥ എന്നാ നല്ല തണുപ്പുള്ളായിരുന്നേ. എന്ന് വെച്ചാല് ഈ ഒരു വലിയ ഏറ്റവും മേളിലത്തെ നിലയായിരുന്നു നമ്മള് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. പിന്നെ പാലക്കയം തട്ട് പൈതൽ മലയൊക്കെ ഇല്ലേ, അതിന്റെ എല്ലാം അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെ അവിടെ ഭയങ്കര കാലാവസ്ഥ നല്ല തണുപ്പുള്ള സമയത്തായിരുന്നു പോയത്. അപ്പൊ ഈ എന്റെ കൂടെയുള്ള എല്ലാവരും തന്നെ എന്താ ഓരോ പ്രൊഡക്ട്സ് ഇങ്ങനെ, മേക്കപ്പ് അല്ല എന്താ പറയാ, നമ്മള് സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ വീട്ടില് RCM ഉണ്ടെങ്കിലും നമ്മള് ആ സമയത്ത് തന്നെ സ്കിൻ കെയറിന് അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ അത് യൂസ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അമ്മ യൂസ് ചെയ്യലുണ്ട് ഫ്രഷ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞ ക്രീം. അതെടുക്ക് എടുക്കാൻ പോവെങ്കിൽ അമ്മ അങ്ങനെ നമ്മളെ ആദ്യം അങ്ങനെ ക്രീമും അതൊന്നും യൂസ് ചെയ്യാൻ വിടലില്ലേ. അത് ഉപയോഗിച്ച് എങ്ങനെയാന്നെല്ലാം പറയും. അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കലുമില്ല. അങ്ങനെയുള്ള സമയത്ത് വെറുതെ അമ്മേന്റെ അടുത്തുനിന്ന് എടുക്കുന്ന സമയത്തൊന്നും ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊന്ന് അമ്മ തേക്കുമ്പോൾ കുറച്ച് കാണാതെ, അതിപ്പോ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കലുണ്ട്. അന്നേരം നമുക്കും അതിന്റെ റിസൾട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ ഹോസ്റ്റലിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഓരോന്ന് യൂസ് ചെയ്യുന്നു. അതും കൂടാണ്ട് ലിപ് ബാമിനെല്ലാം ഓരോരുത്തര് ഹസ്ബൻഡിനെല്ലാം വിളിച്ചു പറഞ്ഞ് അവര് കൊണ്ടുതരുന്നെല്ലാം അത്രയും തണുപ്പായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് RCMന്റെ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ അടുത്ത വരവിന് ഹോസ്റ്റലിൽ, കാരണം ഇത് പെട്ടെന്ന് പോയതല്ലേ.
അപ്പൊ രണ്ടാമത്തെ വരവിന് ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ RCMന്റെ തന്നെ കൊണ്ടുവന്നു. അങ്ങനെ എന്റെ ഷെൽഫ് നിറച്ച് RCMന്റെ സാധനങ്ങളായിരുന്നു. അങ്ങനെ അവിടെയുള്ളവരെല്ലാരും എന്നാ അത്ഭുതത്തോടെ നോക്കും, എന്നിട്ട് എന്നെ RCM എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പം എനിക്കും അധികം ഇതിനെ പറ്റിയൊന്നും അറിയില്ലേ. അപ്പൊ ഇതിൽ ഓരോ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, എന്റെ മുഖത്ത് നന്നായിട്ട് കുരു ഉണ്ടായിരുന്നു, മുഖക്കുരു ഉള്ള ആളായിരുന്നു. എന്നിട്ട് ഇതൊന്നല്ല, നന്നായിട്ടുണ്ടായിരുന്നു. അത് എന്നെ ആദ്യം കണ്ടവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ വിനോദ് സാറ്, ജയശ്മാമേട അവർക്കൊക്കെ അറിയാം. ജയശ്മാമേട ഇങ്ങനെ ഓരോ ടിപ്സ് ഒക്കെ പറഞ്ഞുതരും RCMന്റെ. പക്ഷെ ഞാൻ വിചാരിക്കും ഇതിങ്ങനെ എന്നാ അമ്മേന്റെ അടുത്തൊന്നും യൂസ് ചെയ്തൊന്നും മാറുന്നില്ലല്ലോ. നമ്മൾ മിക്കവരും എന്താ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതിലായിരിക്കും ശ്രദ്ധ അധികം ഉണ്ടാവുക. ഞാനും അങ്ങനെ വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ ഇങ്ങനെ ഈ പ്രൊഡക്ട്സ് ഫ്രഷ് ആൻഡ് ഷൈൻ ഒക്കെ കൊടുത്ത ഒരു ഏച്ചി എന്നെ കണ്ടു പറഞ്ഞു, മോളെ നിന്റെ അച്ഛനല്ലേ എനിക്കിത് തന്ന് ഫ്രഷ് ആൻഡ് ഷൈന്, എന്നിട്ട് നിന്റെ മുഖത്ത് കുരു ഉണ്ടല്ലോ, നീ ഉപയോഗിക്കലില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി അച്ഛൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ വിടലില്ല. അങ്ങനെയുള്ള സമയത്ത് എന്താ ആ ഏച്ചി എന്നോട് പറഞ്ഞു, ഉപയോഗിച്ച് നോക്ക്. ആ ഏച്ചിന്റെ കംപ്ലീറ്റ് പോയേ. അപ്പൊ പക്ഷെ അച്ഛനോട് ചോദിക്കുമ്പോ അങ്ങനെ തരത്തില്ല. കാരണം അന്നേരം നമുക്ക് ആർക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പിന്നെ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് കൊടുക്കുന്നു, അങ്ങനെ ഉണ്ടായിട്ടുള്ളേ. അപ്പം ആണ് ഈ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാല്, മറ്റേ ഫേസ് വാഷ് ഇല്ലേ, നമ്മുടെ ഫേസ് വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടീ ട്രീ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ മുഖത്ത് ഈ കുരുക്കളും അതുപോലെ തന്നെ കുരു വന്നിട്ടാകുമ്പോൾ ഉള്ള ആ ഒരു സ്കാർസ് ഇങ്ങനെ എന്താ ചിലർക്ക് കാണില്ലേ കുഴിയെല്ലാവുന്നത്, ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല അതുള്ളത് കൊണ്ട്. കാരണം അത് ആന്റി ബാക്ടീരിയൽ ആണ്. ഈ ബാക്ടീരിയാസ് ഉണ്ടായിട്ടാണ് നമ്മളെ ഇത് എന്താ പറയുക, ഒരു ചെറിയ ബാക്ടീരിയ സ്പ്രെഡ് ആവൂലേ, അതുപോലെ ആവുന്നതാണ് ഈ കുഴി കുഴിയായി മാറുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പോവാൻ നമ്മൾ RCMന്റെ ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. അങ്ങനെ പക്ഷെ അതൊന്നും എനിക്ക് അന്നേരം അറിയില്ല. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവരെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം RCMന്റെ ഇതല്ലേ. അങ്ങനെയാണ് RCMന്റെ അത് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി ഗ്ലോ അപ്പ് അടിച്ച് പിന്നെ ഫ്രഷ് ആൻഡ് ഷൈൻ യൂസ് ചെയ്യായിരുന്നു. അങ്ങനെ അത് യൂസ് ചെയ്ത് വരുമ്പം ഒരു 3 മാസം എടുത്ത്. അപ്പത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി കുറച്ച് നല്ല മാറ്റമുണ്ട് എന്റെ ഇതെല്ലാം. അപ്പൊ അവിടെയുള്ള ചേച്ചിമാരനെ എന്നോട് പറയാൻ തുടങ്ങി, നിന്റെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവര് തന്നെ എന്നോട് ആദ്യം RCM എന്ന് വിളിച്ച് കളിയാക്കിയവര് തന്നെ എന്നോട് വന്നിട്ട് ഓരോ സാധനങ്ങളും മേടിക്കുമായിരുന്നു. അങ്ങനെ അവർക്കും കൊടുക്കാൻ തുടങ്ങി ഞാൻ. ആ സമയത്ത് തന്നെയാണ്, ആ സമയമല്ല, ഒരു 6 മാസമായപ്പോഴത്തേക്കാണ് സൺസ്ക്രീനും ഇറങ്ങുന്നത്. അങ്ങനെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് അവരൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ RCMന്റെ ഷാമ്പു, ഹെർബൽ ഷാമ്പു, അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. മറ്റു ഷാമ്പുവിനെ അപേക്ഷിച്ച് പുറത്തുള്ള ഈ മറ്റേ ക്ലിനിക് പ്ലസ് അതിനെല്ലാം അപേക്ഷിച്ച് ഇത് നല്ല ഷാമ്പു. കാരണം എന്ന് വെച്ചാല് നമുക്ക് മുടി കൊഴിച്ചിലെല്ലാം ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷാമ്പു. അത് ഉപയോഗിച്ചിട്ട് താരനും മുടി കൊഴിച്ചിലുള്ള ഒരു ഏച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെ മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. മുടിക്ക് നല്ല എന്താ മുടി ഉള്ളത് പോലെ തന്നെ, പിന്നെ അത് നല്ല കട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ആ ഏച്ചിയും അത് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ കുട്ടികളായിട്ട് വന്ന് മേടിക്കാൻ തുടങ്ങി ഷാമ്പു എല്ലാം. അങ്ങനെ അവിടുന്ന് ചെറിയ രീതിയിൽ RCMന്റെ ബിസിനസ് തുടങ്ങുന്നേ. ഞാൻ ഇതിലേക്ക് എന്നാ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ആ സമയത്താ. പിന്നെന്താ, അതുപോലെ RCMന്റെ ലിക്വിഡ്സ് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മറ്റേ അലക്കുന്നത്, അതാണെങ്കിൽ അതും നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. ആ ലിക്വിഡിൽ നമ്മളിപ്പം വന്നു കഴിഞ്ഞിട്ട് തുണി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചളിയൊക്കെ പോയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഹോസ്റ്റലിലുള്ളവർക്ക് നല്ല യൂസ്ഫുൾ അത്, നന്നായിട്ട് ചളി ഇളകി പോകുന്നുണ്ട്. അപ്പൊ അതും ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ പറയാന്ന് വെച്ചാല് S5ഉം അതുപോലെ തന്നെ ഒമേഗന്റെ കാര്യം പറഞ്ഞില്ലേ, അതും. അതെങ്ങനെയാന്ന് വെച്ചാല് ഒമേഗ വെച്ചും S5ഉം നമ്മൾ കഴിക്കുന്നതിലൂടെ ഈ പിമ്പിൾസ് എല്ലാം ഇല്ലേ, പിമ്പിൾസ് എല്ലാം റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. കാരണം ഒമേഗ കഴിക്കുന്നതിലൂടെ നമ്മുടെ എന്താ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഇതാവുകയും അതുപോലെ തന്നെ S5 അറിയാലോ, ഈ തുളസി അതൊക്കെ അടങ്ങിയതല്ലേ. അപ്പം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വേസ്റ്റ് ആയിട്ടുള്ള ഇതിനെല്ലാം റിമൂവ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടാണ്ട് എന്താ ഈ തുളസി ഡ്രോപ്സ് S5 എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാല് പ്രതിരോധ ശേഷിയും കിട്ടും. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഒരു പനി വന്നിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പനി പോകുന്നല്ല പറയുന്നത്. അത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളെ ഇതിനെല്ലാം കുറക്കാൻ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാവും. അതിപ്പോ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടല്ലേ ശരിക്കും. അതുപോലെ അതിൻ്റെ അകത്തൂടെ അങ്ങനെ കിട്ടും നമുക്ക്. കാരണം അത് ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള ഒരാൾ ഞാൻ. അതും എങ്ങനെയാന്ന് വെച്ചാല് നല്ലോണം ഞാൻ വെള്ളം കുടിക്കുന്ന ഒരാളാണ്. അപ്പം
ഈ സാധനങ്ങൾ ടാബ്ലറ്റ്സ് എല്ലാം ഞാൻ രാവിലെ കുടിക്കാറുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരെല്ലാം എന്നോട് പറയും, എന്റെ റൂമിലൊരു 4 പേരാണുള്ളത്. അപ്പൊ അവര് പറയും ഇതിങ്ങനെ എന്താ കഴിക്കുന്നോണ്ട് ദോഷമൊന്നുമില്ലേ? ഞാൻ അന്നേരം പറയും എനിക്കറിയാലോ കഴിച്ചിട്ട് ഇതുവരെ ഇല്ലാന്ന്. അപ്പൊ അവരോട് അത് പറയും. പക്ഷെ അവർക്ക് നമ്മളെ പോലെ തന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവണം, എന്നാലും നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്താ എല്ലാവർക്കും തന്നെ ഹോസ്റ്റലിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞ തണുപ്പുള്ള സമയമായിരുന്നു. ഓരോ വൈറൽ ഫീവർ അതുപോലത്തെ പലതരത്തിലുള്ള ഇത് പിടിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് മാത്രം ഒരിക്കലും വരത്തില്ല. അത് സത്യമായിട്ടും പറയും, ഈ RCM വന്നതിന് ശേഷമാണ് ഇതിന്റെ ഓരോ സാധനങ്ങൾ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് തന്നെ അത്. എനിക്ക് ഇതുവരെ തന്നെ സത്യം പറഞ്ഞ ഇത് വന്നതിന് ശേഷം രോഗങ്ങൾ കുറവാണ്. അതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം. RCM പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും തന്നെ അത് മനസ്സിലാവുമായിരിക്കും, അറിയായിരിക്കും. പിന്നെ പറയാന്ന് വെച്ചാല് വുമൺ ടാബ്ലറ്റിന്റെ കാര്യമാണ്. ഈ വുമൺ ടാബ്ലറ്റും ഇതുപോലെ തന്നെ പീരീഡ് സമയത്തുള്ള പ്രശ്നങ്ങൾ, എനിക്ക് പീരീഡ് സമയത്ത് വയറുവേദന അതുപോലെ തന്നെ നല്ല പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പം ഞാനും ഇതുപോലെ തന്നെ വുമൺ ടാബ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും അതിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ കൂടാണ്ട് ഈ ദേഷ്യമൊക്കെ വരുന്നത് എന്റെ പ്രോട്ടീൻസിന്റെ കുറവ് കൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാലോ, RCM എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടണമെങ്കിൽ വുമൺ ടാബ്ലറ്റ് യൂസ് ചെയ്താൽ മതി. കാരണം അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അപ്പൊ നിങ്ങളും അത് യൂസ് ചെയ്ത് നോക്കുക. അത്രയും കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത് RCM സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളാൻ തുടങ്ങിയത്. ഇതൊരു മീറ്റിംഗിന്റെ ഓക്കെ. RCM സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളാൻ തുടങ്ങിയത് ഒരു മട്ടന്നൂരിലുള്ള ഒരു മീറ്റിങ്ങിന് പോയതിനു ശേഷമാണ്. അത് നമ്മുടെ ഗിരീഷ് സാറിന്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. സാറ് മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അന്ന് ഉൾക്കൊള്ളാൻ പറ്റിയത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ RCM ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോ അതിൽ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോയിരുന്നത്. അപ്പം അവിടെ എത്തിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ RCM ചെയ്യുന്നത് നമുക്ക് ബിസിനസ്സും ആരോഗ്യവും പിന്നെ ഇതൊന്നും മാത്രമല്ല, അതിലൂടെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഒരു വേദിയിൽ എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ട്, കൂടാണ്ട് ഒരുപാട് മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, ഒരുപാട് പൊതു അറിവ് കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുന്നുണ്ട്, വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. പിന്നെ സന്തോഷമുണ്ട്, കൂടാണ്ട് ഫ്രീഡം ഉണ്ട്, എൻജോയ്മെന്റ് ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയാലോ, ഓരോ മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ഓരോ നല്ല ഒരു ടൂർ എന്ന രീതിക്കുള്ള നല്ലൊരു യാത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ പോയി ലാംഗ്വേജ് പഠിക്കാൻ പോയപ്പം അതിന്റെ ഒരു ഡിഫിക്കൽറ്റി ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. RCM ഒരു വേദീനെ അഭിമുഖീകരിക്കാൻ പറ്റാത്തോണ്ട് ഓടിയ ഞാൻ അവിടെ എത്തിയപ്പം അത് തന്നെയായിരുന്നു സ്ഥിരമായിട്ട് വേണ്ടി വന്നത്. പണ്ട് ആരോ പറഞ്ഞ പോലെ നമ്മളൊരു ഇതിൽ നിന്ന് എസ്കേപ്പ് ആകുമ്പോൾ നമുക്ക് കിട്ടിയത് അത് തന്നെ ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോ മനസ്സിലാക്കിയത് ഈ ലാംഗ്വേജ് ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പം അന്നേരം എനിക്ക് മടിയല്ലായിരുന്നു, ഞാൻ പറഞ്ഞു ഇൻട്രോവേർട്ട് ആയിരുന്നു, അങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. അങ്ങനെ പിന്നെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചെല്ലാം ശരിയായി. അതെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് എന്നാലും എനിക്ക് അങ്ങനെ ഒരു മടി ഉണ്ടായിരുന്നു. ഈ RCM മീറ്റിങ്ങിന് കുറച്ചായിട്ട് ഇങ്ങനെ വിനോദ് സാറും ജയഷ്മ മേഡം എല്ലാം പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിട്ടിയിലുള്ള ലയൺസ് ക്ലബിൽ നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചെങ്കിലും ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വരാനും സംസാരിക്കാനും തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ PQCന്റെ ഒരു ഇതില് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അതിലൂടെ എനിക്ക് കീസോളിന്റെ പ്രൊഡക്ട്സിനെ പറ്റി ഒരുപാട് അറിവുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ ആരെങ്കിലും ഇപ്പം ഒരാള് എന്തെങ്കിലും ഇങ്ങനെ സ്കിൻ കെയർ ആയിട്ട് ബന്ധപ്പെട്ടെല്ലാം വന്നു കഴിഞ്ഞാല് നമ്മള് ഷോപ്പ് ഇപ്പം വീടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഷോപ്പുള്ളത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അച്ഛനും അമ്മയും ആദ്യം വിളിക്കുന്നത് തന്നെയായിരിക്കും. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഓരോന്ന് ഉപയോഗിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അത് പറഞ്ഞു കൊടുത്തിട്ട് കൃത്യമായിട്ട് അത് മാറി റിസൾട്ട് ഉള്ളവർ പിന്നെയും പിന്നെയും വന്ന് സാധനവും മേടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇപ്പൊ മുഖക്കുരു വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജർമ്മനിൽ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതായിട്ട് എറണാകുളത്ത് പോയ സമയത്ത് അവിടെ പൊടിയും ഇതൊക്കെയാന്ന് അറിയാലോ. പിന്നെ ഞാൻ അങ്ങനെ അവിടുത്തെ വെള്ളം ക്ലോറിൻ വാട്ടർ ആണ്, അതൊക്കെ നമുക്ക് ഭയങ്കര ഇതാവും. ഈ ഒരു കുരുവെല്ലാം ഉണ്ടെങ്കിൽ ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ അവർക്ക് അറിയാം, നന്നായിട്ട് സ്പ്രെഡ് ആവും അത്.
അങ്ങനെ വന്നെയാണ്. അപ്പൊ എല്ലാരും പറയാൻ തുടങ്ങി, മോളെ എങ്ങനെയൊക്കെ ഡോക്ടറെ കാണിക്കുന്നെല്ലാം പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എനിക്കറിയാലോ വ്യക്തിപരമായിട്ട് ഈ RCM വന്നതിന് ശേഷമാണ് ഇതെല്ലാം ശരിയായത്. അതുകൊണ്ട് തന്നെ ഞാൻ അവര് പറഞ്ഞൊന്നും കാര്യാക്കിയിട്ടില്ല. എന്നാന്ന് വെച്ചാല് ഇപ്പം എന്റെ ഈ കുരു ഇല്ലേ, ഇത് ആദ്യം അവര് കണ്ട സമയത്തുള്ളതിനേക്കാണ് ഇപ്പം കുറഞ്ഞ് ഫുൾ കലയായി മാറി. ഇനി ഇപ്പൊ അത് പോകുന്നുണ്ട്. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇപ്പം ഫേസ് വാഷും അതുപോലെ തന്നെ സിറം ഉണ്ട്. സിറം യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് സിറം നല്ലതാ. അത് ആദ്യം എനിക്ക് ആ രീതിക്ക് എന്നെ കണ്ടിന്യൂറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല. എക്സാമിന്റെ ഒരു ഇതല്ലേ, അപ്പൊ നമ്മൾ അധികം ശ്രദ്ധിക്കൂല. അതിനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. ജർമ്മന്റെ അത്രയും പഠിക്കാൻ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. പിന്നെ മുഖത്തിൻ്റെത് എന്ന് പറയുമ്പം മുഖക്കുരെല്ലാം വരുന്നത് നമ്മള് അത് മാത്രല്ല, നമ്മള് ഫുഡ് പിന്നെ ഉറക്കം അതെല്ലാം ഒഴിവായി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വരും. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് എല്ലാ കാര്യങ്ങളും, ഓരോന്ന് ഞാൻ യൂസ് ചെയ്തതിനെ പറ്റി. ഞാൻ മാത്രല്ല, എന്റെ വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയത്തി എല്ലാവരും തന്നെ RCM എല്ലാ പ്രൊഡക്റ്റും ആണ് ഉപയോഗിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാല് നമ്മുടെ അച്ഛൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ ഓരോ പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാൻ വിടലില്ല. നമുക്കും പേടിയായിരുന്നു. പൗഡർ തന്നെ ഇടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇടുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അതൊക്കെ മാറി ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൽ വന്നതിന് ശേഷമാണ്. പിന്നെ എന്താ പറയേണ്ടത്? ഇത്രയൊക്കെയാണ് RCMന്റെ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. അടുത്തടുത്ത മീറ്റിങ്ങുകളിലെല്ലാം തന്നെ പറയാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഓരോന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എന്നാ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മള് ഇങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ക്വാളിറ്റി എത്രത്തോളം പറയാൻ പറ്റും. നമുക്കിപ്പോ പറയുമ്പോൾ ചിലർക്ക് ഉണ്ട് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ധൈര്യക്കുറവ്. ആ ധൈര്യക്കുറവ് എന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഉപയോഗിച്ചവർക്ക് അത് കൃത്യമായിട്ട് ധൈര്യത്തോടെ പറയാൻ പറ്റും. ആ പിന്നെ ഇതില് ഗാർഡൻ ഗോൾഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ചെടിയെല്ലാം വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഗാർഡൻ ഗോൾഡ്. അതിനെ പറ്റിയും കൂടി പറയാം. അപ്പം അതും വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു സ്പൂൺ 2 സ്പൂണൊക്കെ ഇടലുള്ളൂ ചെടിക്ക്. അതിട്ടാൽ തന്നെ നല്ല എന്താ പറയാ, ഇപ്പം ഒരു മുരടിപ്പെല്ലാം വന്ന് നിൽക്കുന്ന സമയത്താണ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലോണം അത് തളിർത്ത് വരാനും അതിൽ നല്ല പൂക്കളെല്ലാം ഉണ്ടാവാനും സാധിക്കുന്നുണ്ട് ഗാർഡൻ ഗോൾഡ് ഇടുന്നതിലൂടെ. പിന്നെ ചെടിക്ക് മാത്രമല്ല, അത് പച്ചക്കറിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ചെടിക്കാണ് അത് ഉദ്ദേശിക്കുന്നെങ്കിലും പച്ചക്കറിക്ക് നല്ലതാണ്. പച്ചക്കറിയിൽ ഇപ്പം മുളകിനെല്ലാം ആണെങ്കിൽ പൂവെല്ലാം പോയ സമയത്ത് നമ്മൾ അത് കൃത്യമായിട്ട് എന്താ ഇങ്ങനെ വളമിട്ട് കൊടുത്ത് ഈ ഗാർഡൻ ഗോൾഡിന്റെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുരടിപ്പെല്ലാം മാറി നല്ല ഇതായിട്ട് വരും. അതും ഉപയോഗിച്ച് അനുഭവമുള്ള എക്സ്പീരിയൻസ് ഇല്ല. പിന്നെന്താ, പിന്നെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ നല്ല ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇതിൽ വന്നതിലൂടെ ഉണ്ടായ നേട്ടം അതാണ്. ഒരുപാട് വ്യക്തികളെ ഇപ്പം അടുത്തറിയാനും പരിചയപ്പെടാനെല്ലാം പറ്റി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന വീട്ടമ്മമാർക്കെല്ലാം പുറത്തേക്ക് വരാനുള്ള ഒരു നല്ലൊരു അവസരം തന്നെയാണ് RCM. അത് എടുത്തറിയേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ ചിലര് ഇങ്ങനെ എന്താ പറയാ, കുടുംബപരമായിട്ടുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെ ചുറ്റുപാട് തന്നെ ഉണ്ടാവും. അവർക്കെല്ലാം എത്തിപ്പെട്ട നല്ലൊരു ഇതായിരിക്കും RCM. നല്ലൊരു കുടുംബം എന്ന് തന്നെ പറയാം. ഇതിലുള്ള ഓരോ വ്യക്തികളും ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മളെ സ്വന്തം കുടുംബക്കാരെക്കാളും കുറച്ചും കൂടി ഒരു സ്നേഹം അതിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ ലീഡേഴ്സ് വിനോദ് സാറ് വിളക്കോട്, അവര് ജയഷ്മ മേഡം, അവരെല്ലാം തന്നെ എന്നാ അത്രയും ഇതായിട്ടാണ് നമ്മളെല്ലാം ഇതാക്കി വരുന്നത്. കൂടാണ്ട് രവീന്ദ്രൻ സാറ്, പിന്നെ എല്ലാരും തന്നെ ആ ഒരു ടീം മൊത്തം എന്താ ശരിക്കും പറഞ്ഞ ഒരു കുടുംബമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് നമ്മള് ഈ ഒരു സമയം വരെ RCM ഉണ്ട്. പക്ഷെ 2024 തോന്നുന്നു കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഞാനും അമ്മയും അനിയത്തിയും എടുത്തത്. അനിയത്തി കുറച്ച് മുമ്പേ എടുത്തിട്ടുണ്ടാവും. പിന്നെ അച്ഛൻ അന്ന് തൊട്ട് ആ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നത്. അന്ന് തൊട്ട് അച്ഛൻ ഇതിനെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു ഞാനായിരുന്നു കൂടുതൽ നെഗറ്റീവ്. ഇപ്പം പോസിറ്റീവിലേക്ക് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പം ഈ 2025 തൊട്ട് ഞാൻ നന്നായിട്ട് RCM പ്രവർത്തിക്കുന്നതിന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു. അതുപോലെ തന്നെ ചെയ്യും.
പിന്നെ ഞാൻ എന്തായാലും ജർമ്മനി പോവുകയാണെങ്കിൽ തന്നെ അവിടെയും ഒരുപാട് പേർക്ക് RCM എന്ന ഈ ഒരു നല്ലൊരു പ്രസ്ഥാനം ഞാൻ പ്രൊമോട്ട് ചെയ്യും. എന്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും സാധനങ്ങൾ മേടിക്കലുണ്ട്. ഇപ്പം ബസ്സിൽ നിന്ന് തന്നെ പരിചയപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു, പണ്ട് സംസാരിക്കാത്ത ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ അവരോടെല്ലാം ഞാൻ ഇങ്ങനെ സംസാരിച്ച് RCMന്റെ ഓരോ സാധനങ്ങളെ കുറിച്ചെല്ലാം പറയും. അങ്ങനെ ഒരു ചേച്ചി ഇവിടെ വന്നിട്ട് എന്താ പറയാ അന്വേഷിച്ച് വന്നിട്ട്, കുറെ ദൂരെയുള്ള ചേച്ചിയാ. അപ്പൊ അവർ അന്വേഷിച്ച് വന്നിട്ട് ഇവിടുന്ന് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കുട്ടിക്ക് യൂസ് ചെയ്യാൻ ഈ ലിപ്സ്റ്റിക് ഇല്ലേ, ചെറിയ കുട്ടിയാണ്, അംഗൻവാടി പോകുന്നത്. അപ്പം ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക ആ ചേച്ചിക്ക് മനസ്സിലായി. ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്ന സമയത്ത്. ഹസ്ബൻഡ് ഗൾഫിലാണ്. അങ്ങനെയല്ല അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് ഇതിന്റെ അകത്തുനിന്ന്. പിന്നെ എന്താ പറയാ, പിന്നെ ഇങ്ങനെ നമ്മളെല്ലാരും തന്നെ അച്ഛൻ, അമ്മ, അനിയത്തി, അങ്ങനെ ആ ഒരു രീതിക്കാണ് എല്ലാവരും സ്ഥലത്തും പോക്ക്. പക്ഷെ RCM എന്നൊരു പ്രസ്ഥാനം വന്നതിൽ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ, നമ്മളെ, അമ്മയും ഞാനും അങ്ങനെയുള്ള രീതിക്കല്ല നമ്മളെല്ലാരും തന്നെ എന്നാ എല്ലാവരുടെയും പോവാൻ തുടങ്ങി. ഇല്ലെങ്കിൽ എന്നാ ഒരു ഫാമിലി, നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല, ഇതായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഒരുമിച്ച് എല്ലാവരുടെയും പോകുന്ന ആ ഒരു രീതിക്ക്. പിന്നെ അടുത്തായിട്ട് എന്താ പറയാ, ആ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞതിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. RCMന്റെ പ്രൊഡക്ട്സ് ഈ പുറത്തെ മായോ കെമിക്കലും എല്ലാം അടങ്ങിയ പ്രൊഡക്ട്സ് മേടിച്ച് കഴിച്ച് നമ്മൾ ഹോസ്പിറ്റലിലാവുമ്പോൾ മുടക്കുന്ന പൈസ ഒന്നും ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വരുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഉൾക്കൊള്ളാൻ പറ്റും ഞാൻ പറയുന്ന കാര്യം. പിന്നെ എന്താ, പിന്നെ ഇതിനെപ്പറ്റി പറയാന്ന് വെച്ചാല് നമ്മളെ പോലത്തെ യൂത്തിന് പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ എന്താ മെഷീൻസ് അതുപോലത്തെ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ AI, കമ്പ്യൂട്ടറായി കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മള് എന്താ നമുക്ക് യൂത്തിന്, ഇനിയുള്ള യൂത്തിനെല്ലാം എന്താ ജോലി സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുത്താണ്. അപ്പം RCMന് ഉള്ളതല്ല എന്താ, നമ്മള് മനുഷ്യന്മാര് കഴിക്കുന്ന ഓരോ സാധനങ്ങൾ. അപ്പം അത് നമുക്ക് തന്നെ എന്താ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണം. അതിനിപ്പം വേറൊരാളെ മാറ്റി വെക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നല്ല ജോലി സാധ്യതയും നമുക്ക് തരുന്നുണ്ട് യൂത്തിന്. കൂടാണ്ട് ജോലി സാധ്യത എന്ന് മാത്രമല്ല നല്ലൊരു വരുമാനവും അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീഡം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂടാണ്ട് ഇങ്ങനെ ഇന്നത്തെ കാലത്ത് യൂത്ത് എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന എന്നാ നമുക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ടാവണം, പിന്നെ നല്ല എൻജോയ് ചെയ്തിട്ട് ജോലി ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലുള്ളത്. നമുക്കറിയാം ലൈഫ് നല്ല എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാനും ആ ഒരു പൊരുത്തപ്പെട്ട ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഉള്ളവർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് RCM. എന്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു പണ്ടെല്ലാം. അന്നേരം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പാണ് മനസ്സിലാവുന്നത്. എന്നാ RCM ഉണ്ട്, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട എന്തെടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തിൽ ജർമ്മൻ കോഴ്സ് +2 കഴിഞ്ഞിട്ട് എടുത്തത്. അപ്പം RCM എന്തായാലും ഉണ്ടെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് RCM. നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഏറ്റെടുത്ത് ചെയ്തതുമാണ്. അപ്പം ആദ്യത്തെ 4 വർഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഈ മീറ്റിങ്ങിലെല്ലാം പങ്കെടുക്കലുണ്ട്. പക്ഷെങ്കില് മീറ്റിങ്ങിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, മിക്ക ലീഡേഴ്സിന്റെ മീറ്റിങ്ങുകൾ ഞാൻ കേൾക്കുന്ന അവരും പണ്ട് എന്താ മീറ്റിങ്ങുകളിൽ പോയി പുറകിലിരുന്ന് ഉറങ്ങുന്ന സ്വഭാവം. അതുപോലെ തന്നെ ഞാനും എന്റെ അനിയത്തിയും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുറെ മീറ്റിങ്ങിൽ. പക്ഷെ ഉണർന്നത് 2024 ആ ഒരു മീറ്റിങ്ങിലാണ്. അത് തൊട്ടുള്ള എല്ലാ മീറ്റിങ്ങും ഞാൻ ശ്രദ്ധയോടെ തന്നെ കേൾക്കലുണ്ട്. കാരണം അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. RCMന് വേണ്ടി മാത്രമല്ലാണ്ട് പുറമെ ഒരുപാട് മോട്ടിവേഷൻ. അതിന്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു മീറ്റിംഗ് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ പിന്നെ എന്താ RCM എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഒരു മഹത്വവും അതുപോലെ തന്നെ സത്യം പറഞ്ഞ ഇത് നമ്പർ 1 ഹെൽത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 എന്താ ഒരു ബിസിനസ് തന്നെയാണ്. ബിസിനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. എന്നാ TC ജബ്രാജി നമുക്ക് തന്നെ ഒരു എന്താ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും മഹത്വമുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.